പ്രശസ്തനായ എൻ്റെ കോളേജിൽ നിൽക്കുന്ന കളർക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തുകാരനായ അദ്ദേഹമാണ് ഈ അഷ്ടപതി ലയം എന്നുള്ള പാട്ടെഴുതിയത്. അദ്ദേഹമാണ് ഒരു പിടി അമലിൻ്റെ കഥയുമായി എന്നുള്ള പാട്ടെഴുതിയത്. അദ്ദേഹമാണ് പള്ളിയമ്പ് പൂത്തുലയും വെളിമരത്താഴയും. ഇനിയും മനോഹരമായ പാട്ടുകൾ എല്ലാവർക്കും അറിയാം. ലളിതഗാനങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള പാട്ടാണ് രാമായണത്തിൽ ചാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എൻ്റെ രാഗവിലോലനെ കണ്ടു. ആരെഴുതി? അതേ എഴുത്തുകാരൻ്റെ മറ്റൊരു പ്രസിദ്ധമായ പാട്ട് ഞാൻ പറയാം. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാജേ ഉറക്കമായോ രാജീവനയനന്റെ വാർത്തകൾ കേട്ടെൻ്റെ അതേ എഴുത്തുകാരൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പാട്ടുണ്ട്. രാധ മാധവ സങ്കൽപ്പരത്തിൽ രാഗവൃന്ദ ആരാണെന്നറിയാം? പൂവച്ചൽക്കാരൻ. മുടങ്ങാതെ കേൾക്കുമായിരുന്നു രാവിലെയുള്ള ഭക്തിഗാനങ്ങൾ. കാരണം അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് വരുന്നത്. അത് വളരെ രസകരമായ യേശുദാസ് പാടിയ ഭക്തിഗാനങ്ങൾ, ജയചന്ദ്രൻ പാടിയ ഭക്തിഗാനങ്ങൾ, അങ്ങനെ അതിമനോഹരമായ മണികണ്ഠന് മലമേലൊരു മണിമന്ദിരമുണ്ടേ മകരം പുലരുമ്പോൾ അവിടെയൊരഭിഷേകവുമുണ്ടേ. ഇങ്ങനെയൊക്കെയുള്ള മനോഹരമായ ഭക്തിഗാനങ്ങൾ പലകുറി കേട്ട് നമുക്ക്. അപ്പോൾ ശനിയാഴ്ചകളിൽ രാവിലെ നമ്മൾ നേരത്തെ ഉണർന്നിരിക്കും ഈ പാട്ട് കേൾക്കാൻ. ഇങ്ങനെ മനോഹരമായ ഭക്തിഗാനങ്ങൾ, ആകാശവാണിയിലൂടെ വന്ന ഭക്തിഗാനങ്ങൾ. ഇനി CD, അതായത് ആൽബം, ഈ കാസറ്റുകൾ ഇല്ലാതിരുന്ന കാലത്താണ്. അപ്പം അങ്ങനെ എല്ലാ മേഖലയും, സംഗീതത്തിൻ്റെ സമസ്ത മേഖലയും, സംഗീതം എന്തിനൊക്കെ ഉപയോഗിക്കാമോ ആ മേഖലകളിലുമെല്ലാം ആകാശവാണി വലിയ സംഭാവനകളാണ് മലയാളിയുടെ സാംസ്കാരിക ബോധത്തിൽ, സാഹിത്യ ബോധത്തിൽ, സംഗീത ബോധത്തിലൊക്കെ ചെലുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഗീതത്തിൻ്റെ മാത്രമല്ല, സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആ പൊതുബോധത്തിൻ്റെയും ആ പൊതുബോധത്തിലും മികച്ച അറിവുകൾ, അവബോധങ്ങൾ ഉണ്ടാക്കാൻ ആകാശവാണിക്ക് കഴിയും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആകാശവാണിയിൽ ബന്ധപ്പെട്ട ഒരു ലേഖനം വായിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ട്,